ഇത്രയും വിവരം കെട്ട, വിവരദോഷിയായ, കാഴ്ചപ്പാടില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവായി ഇന്ന് കേരളം കാണുകയാണ്. വി ഡി സതീശന് വ്യക്തിപരമായ ഒരുപാട് കഴിവുണ്ടാവാം. ഇപ്പൊ വി ഡി സതീശൻ എല്ലാ സ്ഥലത്തും ബൈബിള് വായിച്ചു പഠിച്ച് നടക്കുകയാണ്. ഇപ്പൊ എവിടെ പ്രസംഗിച്ചാലും ബൈബിളാണ് പറയുന്നത്. രോഗം എന്താന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓരോന്ന് പറയുമ്പോഴും നമുക്ക് അതിന്റെയൊക്കെ ക്രിയ മനസ്സിലാവും. ഇത്രയാണോ വികസിക്കേണ്ടത്? ഇതിനേക്കാൾ ഒട്ടേറെ വികസനത്തിലേക്ക് പോകാനും, ഒട്ടേറെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉണ്ടാകാനും, ഒട്ടേറെ സേവനങ്ങൾ ലഭ്യമാകാനും, ഒട്ടേറെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാനും, ഒട്ടേറെ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആതുരാലയമായി ഈ സ്ഥാപനം മാറണ്ടേ? കോൺഗ്രസിന്റെ പറവൂർ നഗരസഭയ്ക്ക് അത് ജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. ആ ദുരിതം അനുഭവിച്ചത് പറവൂരിലെ 15 വർഷക്കാലമായി കോൺഗ്രസിന് അധികാരം ലഭിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതിന്റെ ദുരിതം ഈ നഗരസഭയുടെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് അതൊരു ദുർഗതിയല്ലേ? അങ്ങനെ ഒരു ദുർഗതി ഒരു ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? നഗരസഭ മാത്രമല്ലല്ലോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ നിയോജക മണ്ഡലത്തിന്റെ MLA അല്ലേ? എവിടെയാണ് നിയോജക മണ്ഡലം നോക്കാൻ സമയം? പറവൂർ പണ്ടത്തെ പറവൂര് തന്നെ ഇപ്പോഴും പറവൂര്, വലിയ എവിടെ വ്യത്യാസം? സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റുകളുടെ എല്ലാം നടപടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്ത് NH പോയി എന്ന് കരുതി അത് വി ഡി സതീശന്റെ മേന്മയല്ല. ഏറ്റവും കൂടുതൽ മിടുക്കനാണ് എന്ന് പറയുന്ന, എല്ലാവരേക്കാൾ കേവലം ഞാനാണ് എന്ന് പറയുന്ന, കേരളം ഭരിക്കാൻ ആരേക്കാൾ മിടുക്കൻ ഞാനാണ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിദാനം ചെയ്യുന്ന പറവൂർ നിയോജക മണ്ഡലത്തിന് കഴിഞ്ഞ 15 വർഷക്കാലത്തെ സ്ഥിതി എന്താ? തൊട്ടപ്പുറത്ത് നിയോജക മണ്ഡലങ്ങളെല്ലാം പോയിക്കോ. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാം ഈ കുറ്റങ്ങളെല്ലാം നിങ്ങൾ ചുമത്തുമ്പോഴും, കിഫ്ബിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും, വിവിധ പദ്ധതികളെ നിങ്ങൾ തടസ്സപ്പെടുത്തുമ്പോഴും, ഈ പറയപ്പെട്ട പദ്ധതികളെല്ലാമാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ MLA-മാർ ഭരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ അല്പമെങ്കിലും വികസന പ്രക്രിയ അല്പമെങ്കിലും കടന്നു ചെന്നിട്ടുണ്ട് എങ്കിൽ അത് ഗവൺമെന്റിന്റെ ശ്രമപരമായ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളുടെ സ്വയം പരിശ്രമത്തിന്റെ ഫലമായി എന്തുണ്ടായിട്ടുണ്ട്? ലഭിക്കണ്ടേ? അത് ലഭിച്ചോ നാട്ടിലെ ജനങ്ങൾക്ക്? ഞാൻ പറവൂർ നിവാസികളായ നിങ്ങളുടെ മുൻപിൽ കഴിഞ്ഞ 15 വർഷക്കാലത്തിന് മുൻപുള്ള പറവൂരിനെ കുറിച്ചും ആ 15 വർഷക്കാലമുള്ള പറവൂരിന്റെ സ്ഥിതിയെ സംബന്ധിച്ചും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രതിദാനം ചെയ്ത കാലഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായും ഈ നിയോജക മണ്ഡലത്തിൽ അതിന്റെ തുടക്കം, ഈ പറയുന്ന വികസന പ്രക്രിയയുടെ തുടക്കം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, 25 വർഷം, 15 വർഷം തെറ്റിപ്പോയിതാ. 15 വർഷം മുനിസിപ്പാലിറ്റിയും 25 വർഷം പി ഡി സതീശൻ. 25 വയസ്സ് നമ്മുടെ കൂടിയെന്നല്ലാതെ വല്ല പ്രയോജനം ഉണ്ടായോ? 25 വർഷം എന്ന് പറയുമ്പോൾ ഒരു പുതിയ തലമുറ കടന്നു വന്നു. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ പഴയ 25 വർഷത്തിനപ്പുറത്തുള്ള തലമുറയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അനുസൃതമായ വിധത്തിൽ വികസന പ്രക്രിയ രൂപപ്പെടുത്തിയെടുക്കാൻ 25 വർഷക്കാലമായി ഈ പറവൂരിൽ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധിച്ചോ? ഞാൻ പണ്ടും പറവൂര് വന്നു പോകുന്ന ഒരാളാണ്. രാജചേട്ടൻ MLA ആയിരുന്ന സമയത്തും എല്ലാം ഞാൻ ഇതിൽ വന്നു പോകുന്ന ഒരാളാണ്. ഞാൻ വലിയ വികസന പ്രക്രിയയൊന്നും പറവൂരിന് വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്നും ഇരിക്കുന്നു, ഇന്നും അതുപോലെ. സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെയാണ്. പരിസരത്താകെ വികസന പ്രക്രിയകളും റോഡുകളും കാര്യങ്ങളും എല്ലാം നടന്നാൽ നഗരപ്രദേശങ്ങളിലേക്ക് കടന്നാൽ അത് സോഡാ കുപ്പി മാർഗത്തിലാണ് റോഡിന്റെ വീതിയും അതിന്റെ പ്രക്രിയയും. എവിടെയാ നിങ്ങളുടെ പ്രയോജനം? പി ഡി സതീശൻ രാജ്യം മുഴുവൻ നടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് വി ഡി സതീശനെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വിവരം കെട്ട, വിവരദോഷിയായ, കാഴ്ചപ്പാടില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവായി ഇന്ന് കേരളം കാണുകയാണ്.
വി ഡി സതീശന് വ്യക്തിപരമായ ഒരുപാട് കഴിവുണ്ടാവാം. ഇപ്പൊ വി ഡി സതീശൻ എല്ലാ സ്ഥലത്തും ബൈബിള് വായിച്ച് പഠിച്ച് നടക്കുകയാണ്. ഇപ്പൊ എവിടെ പ്രസംഗിച്ചാലും ബൈബിളാണ് പറയുന്നത്. രോഗം എന്താന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓരോന്ന് പറയുമ്പോഴും നമുക്ക് അതിന്റെയൊക്കെ ക്രിയ മനസ്സിലാവും. നാട്ടിലെവിടെയാണ് ഏത് ഗവൺമെന്റ് വികസന പ്രക്രിയ ഉണ്ടെങ്കിലും ആ വികസന പ്രക്രിയ മുഴുവൻ തടുക്കുക, അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുക എന്നതല്ലാതെ ഈ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എന്ത് ഗുണം കിട്ടി? കേരളത്തിൽ ഒരു ഗുണം കിട്ടിയില്ല. ഏത് പദ്ധതി വന്നാലും തടുക്കുക, ഏത് വന്നാലും ഗവൺമെന്റിനെതിരായി, വിശിക്ഷ മുഖ്യമന്ത്രിക്കെതിരായി, ഭരണകൂടത്തിനെതിരായി, മന്ത്രിമാർക്കെതിരായി ആരോപണങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു.